ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഹിമ്മത്തിന് കാവൽ നിന്ന് നവനൂറ്റാണ്ടിന്റെ നായകന്റെ പേര് ശൈഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. ആ വന്ദരായ ഉസ്താദാണ് മാനുഷാത പറഞ്ഞ്, മാനവികത പറഞ്ഞ്, മനുഷ്യന്റെ വേദനകൾ പറഞ്ഞ്, മനുഷ്യന്റെ യാതനകൾ പറഞ്ഞ്. കണ്ടില്ലേ നമ്മൾ കാസർഗോഡ് ജില്ലയിലൂടെ യാത്ര കടന്നു പോയപ്പോൾ അവിടെ നിർമ്മാണം തുടങ്ങി വെച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആരുമാരും നോക്കാനില്ലാത്ത കാസർഗോഡ് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവിടെയുള്ള മെഡിക്കൽ കോളേജ് ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അവിടെ വെച്ചുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ. അതുപോലെ മനുഷ്യർക്ക് വേണ്ട, മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം കാണേണ്ട, ജാതി നോക്കാതെ മതം നോക്കാതെ. കണ്ടില്ലേ, കശ്മീർ മുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ മുസ്ലിമീങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, ദളിതരുണ്ട്, മതമുള്ളവരും മതമില്ലാത്തവരും പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. 2 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകിയ തൊഴിൽ ദാതാവിന്റെ പേരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. ഇവിടെ ടാറ്റ ഗ്രൂപ്പ് നൽകുന്നത് 6 ലക്ഷം തൊഴിലവസരങ്ങളാണ്. എത്ര വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളാണ് ടാറ്റ ഗ്രൂപ്പിനുള്ളത്. അവർ നൽകുന്നത് 6 ലക്ഷം തൊഴിലവസരങ്ങളാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന മുസ്ലിം പണ്ഡിതൻ നൽകുന്നത് 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ്. അങ്ങനെ വേദനിക്കുന്നവരെ ചേർത്ത് പിടിച്ച് കണ്ടില്ലേ നമ്മള്. നിമിഷപ്രിയ എന്ന് പറയുന്ന കേരളം നൊമ്പുപെറ്റ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, അവർ യമനിന്റെ ജയിലിൽ കിടന്ന് വേദനകൾ അനുഭവിക്കുമ്പോൾ ജൂലൈ 16 കഴുമരത്തിലേക്ക് കഴുത്തു നീട്ടി മരണം കാത്തിരുന്ന ഒരു പെൺകുട്ടി. ജൂലൈ 14 വരെ പ്രതീക്ഷകളുടെ തിരിനാളങ്ങൾ എവിടെയുമില്ല, ഒരു നുറുങ്ങുവട്ടവും കാണുന്നില്ല. 8 വർഷം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച സമിതികൾക്ക് എവിടെയും എത്തിച്ചെല്ലാൻ പറ്റിയില്ല. ആരുടെ വാതിലാണ് മുട്ടേണ്ടതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. അവിടെയാണ് കോഴിക്കോട്ടെ പണ്ഡിതന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ജൂലൈ 14 അവിടെ ഇരുന്നു കൊണ്ട് യമനിലേക്ക്. എന്താണ് യമനിന്റെ അവസ്ഥ? ഒരു രാഷ്ട്രീയ സംവിധാനമില്ല. ഇന്ത്യൻ എംബസികൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല, ഒരു എംബസിക്കും ഇടപെടാൻ കഴിയുന്നില്ല. ആരെ വിളിക്കണമെന്നറിയുന്നില്ല. കേരളത്തിന്റെ കാന്തപുരത്തെ കാരന്തൂർ മർക്കസിന്റെ ഓഫീസിൽ നിന്ന് യമനിലേക്ക് ഒരു ഫോൺ കോള്. 2 ദിവസം കൊണ്ട് ആ തൂക്കുകയർ വിരിച്ച വിധി അവിടെ ബ്ലോക്കാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് ഓർഡർ വന്നു. 172 ദിവസം നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ശ്വസിച്ച ശ്വാസത്തിന്റെ കാരണത്തിന്റെ പേര് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. കഴിഞ്ഞിട്ടില്ല. നാനാജാതി മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങൾ ജയിച്ചടക്കി വരികയാണ്. കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച് വരുന്ന 16 തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ അനന്തപുരിയെ പാൽക്കടലാക്കുന്ന ജനമഹാസാഗരം അലയൊടിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം നടക്കുമ്പോൾ വരുന്ന 11-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് അറബിക്കടലിന്റെ തീരത്ത് കൊച്ചിയുടെ തെരുവോരങ്ങളിൽ എറണാകുളം ജില്ലയിലെ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. മാലോകരെ, മനുഷ്യരെ പറയുന്ന സമ്മേളനത്തിലേക്ക്, മനുഷ്യത പറയുന്ന സമ്മേളനത്തിലേക്ക്, മാനവികത പറയുന്ന സമ്മേളനത്തിലേക്ക്. മാനവികത പറയേണ്ട സാഹചര്യത്തിൽ ഇവിടെ നടേശാദികളുടെ തുപ്പലേറ്റ് കിടക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക സാഹചര്യങ്ങളെല്ലാം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറക്കണ്ണുകൾ ഏതോ വർഗീയ പാമ്പുകളുടെ മുന്നിലേക്ക് മേക്കിംഗ് ഗോളുകളുമായി കടന്നു ചെല്ലുമ്പോൾ അതിന് വിപരീതമായിട്ട് ശാന്തിയുടെ വാർത്ത പറയുന്ന, മനുഷ്യത്വത്തിന്റെ വാർത്ത പറയുന്ന, സാഹോദര്യത്തിന്റെ വാർത്ത പറയുന്ന കാന്തപുരത്തിന്റെ 3-ാം കേരള യാത്ര കടന്നു വരികയാണ്. മാലോകരെ, മനുഷ്യത്വം ഇഷ്ടപ്പെടുന്ന, മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന, മാനവികതയെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരെ മുഴുവനും ഞങ്ങൾ വന്ദരായ ഉസ്താദിന്റെ പ്രതിനിധികൾ എന്ന പേരിൽ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.